അടിപൊളി തേങ്ങ അരച്ച മീൻകറീൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ പച്ച വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ഉള്ളി ഫുൾ എടുത്തിട്ടില്ല കേട്ടോ, ഞാനത് ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞതുകൊണ്ടാണ് കേട്ടോ കുറേ ഉള്ളത് പോലെ തോന്നുന്നത്. എന്നിട്ട് ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നല്ലോണം ചതച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഇവിടെ ഉള്ളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, ഇനി നമുക്ക് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിതാ ഇതിലേക്കൊരു 4 പച്ചമുളക് കീറിയിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാനിതാ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളി ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ തക്കാളി നല്ലോണം സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം തന്നെ ഒരു 3/4 ടീസ്പൂണോളൊക്കെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് എൻ്റെ ഉള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കലുള്ളൂ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളതിൽ ഫിഷ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പുളിൻ്റെ വെള്ളമില്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ആകെ ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുള്ളതിനു. എന്നിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒന്നാമത് എനിക്ക് ഒരുപാട് ലൂസായിട്ടുള്ള കറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്ക് നന്നാക്കി വെച്ച മീനില്ലേ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാനിവിടെ മാന്തളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മാന്തളിനൊന്നും അതിന് മാത്രം കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 5-6 മിനിറ്റ് വെച്ചാൽ തന്നെ വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ മീൻകറി നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ തേങ്ങയിൽ ഇവിടെ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ, വെറും തേങ്ങ മാത്രം ബ്ലെൻഡ് ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
അതിനുശേഷം ഞാനിതാ ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ വെച്ചാൽ മതി. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതാ ഈ കറി കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് ഇളക്കിയത് കേട്ടോ. അപ്പം നിങ്ങൾ വറവിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ കമൻ്റായിട്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.